ഹായ്. അൽഹംദുലില്ലാ, അങ്ങനെ നമ്മുടെ 2024 കഴിഞ്ഞ് 2025 തുടങ്ങിയിരിക്കുകയാണല്ലോ. എനിക്കൊരുപാട് നല്ല നല്ല അനുഭവങ്ങളോടൊപ്പം തന്നെ ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിലൂടെയും കടന്നു പോകേണ്ടി വന്നൊരു വർഷമാണ് 2024. ആ കുറച്ച് മോശപ്പെട്ട സംഭവങ്ങൾ ഒന്നൊഴിവായി കിട്ടിയാൽ നമ്മൾ 2024 എനിക്ക് ഏറ്റവും നല്ലൊരു വർഷമായിട്ട് ഞാൻ കണക്കിലാക്കുക. കാരണം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് നല്ല നല്ല യാത്രകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടുണ്ട്. ഒക്കെ 2024 എനിക്ക് തന്ന സമ്മാനങ്ങളാണ് കേട്ടോ. ഇനി 2024 പോലെ തന്നെ നല്ലൊരു വർഷമായിരിക്കട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശത്രുവിനെ നമുക്ക് ഭയക്കേണ്ടെന്ന കാര്യമില്ല. കാരണം അവരിൽ നിന്ന് നമുക്ക് തിരിച്ചടി കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ കൂടെ നിൽക്കുന്ന മിത്രത്തിനെ നമ്മൾ ശത്രുവിനേക്കാൾ ഭയക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. കാരണം ഇവർ എപ്പോഴാണ് നമുക്കിട്ട് താങ്ങുന്നതെന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാളുടെയും ജീവിതത്തിൽ അതിനിപ്പോൾ സ്വന്തം സഹോദരങ്ങളോ അല്ലെങ്കിൽ സഹോദരസ്ഥാനരായ ആൾക്കാരെയോ പോലും നമ്മൾ ഒരിക്കലും ഒരു കാരണത്തിൻ്റെ പേരിലും അവരുടെ ജീവിതത്തിലോ അവരുടേതായിട്ടുള്ള കാര്യത്തിലോ നമ്മൾ ഇടപെടാനേ പോകാൻ പാടില്ല. അപ്പം നമ്മൾ നമ്മുടെ സഹോദര സ്ഥാനീയോ സഹോദരനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, രക്തബന്ധത്തിന് നമുക്ക് ഒരിക്കലും വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഫ്രണ്ട്സ്, അവരെയൊക്കെ നമ്മൾ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മൾ ഒരൊറ്റ കാര്യം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം സഹായിക്കാൻ നിൽക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വയം വീഴേണ്ടുന്ന കുഴിയാണ് നമ്മൾ ഈ വെട്ടാൻ പോകുന്നത് എന്ന് കരുതി വേണം മറ്റൊരാളെ നമ്മൾ സഹായിക്കാൻ. അറിയാത്തവരെ നമുക്ക് സഹായിക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് പ്രാർത്ഥന മാത്രമേ കിട്ടത്തുള്ളൂ. കാലങ്ങളോളം നമ്മുടെ കൂടെ നിൽക്കുന്നവരെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ സഹായിക്കാൻ നിൽക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഇതല്ലാണ്ട് വേറൊന്നും കിട്ടുകയില്ല. അത് എൻ്റെ 2024 എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു പാഠങ്ങളിലൊന്നാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പുതിയ വർഷത്തിൽ എല്ലാവരും എന്താ പറയുക, ഇനിയുള്ള കാലത്തൊന്നും ആരും വിശ്വാസമൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഹാപ്പി ന്യൂ ഇയർ.